ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും എല്ലാം ശരിയാവും. മോനെ, അച്ഛ വരുമ്പോ എന്നെ വിളിക്കണേ. ആ, വിളിക്കാം. അനഘേ, നീ ഒന്ന് അമ്മയെ പിടിച്ച് കിടത്തേ. ഏട്ടാ, ഒന്ന് നിന്ന്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ട്രീറ്റ്മെന്റ് കഴിയുമ്പോഴേക്കും എല്ലാം മാറിക്കോളും. അതല്ല ഞാൻ ചോദിച്ചത്. ഇക്കഴിഞ്ഞ 10 വർഷവും ഏട്ടത്തി പോയതിന്റെ പേരിൽ ആന്റിക്ക് വിഷമമുണ്ടായിരുന്നു എന്നുള്ള കാര്യം ശരിയാ. പക്ഷെ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അർച്ചനയേടത്തി മരിച്ചു പോയെന്ന് പറഞ്ഞ് ഏട്ടത്തിക്ക് വേണ്ടി ബലിയിടാൻ പോയ ആളാ ആന്റി. ഇപ്പൊ പെട്ടെന്ന് ഏട്ടത്തി ജീവനോടെ ഉണ്ടെന്നും കാണണമെന്നൊക്കെ പറയാൻ എന്താ കാരണം? കൺമുമ്പിൽ കണ്ടതുപോലെയൊക്കെ ആന്റി സംസാരിക്കുന്നത്. എന്റെ മനസ്സിലൊരു സംശയം തോന്നിയിട്ട് കുറച്ചു ദിവസങ്ങളായി. ആന്റിയോ സച്ചേട്ടനോ ആരെങ്കിലും ഞങ്ങൾ അറിയാതെ എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടോ? പറ സച്ചേട്ടാ, എന്തെങ്കിലും ഞങ്ങൾ ഇന്ന് മറയ്ക്കുന്നുണ്ടോന്ന്? അപ്പൊ ഞാൻ സംശയിച്ചത് വെറുതെ അല്ല. ഇവരെന്തോ ഞങ്ങളെ ഇന്ന് മറയ്ക്കുന്നുണ്ട്. സോറി. എന്റെ അമ്മ അവിടെ അനുഭവിക്കുന്ന സങ്കടം ലോകത്തൊരമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. ഇനിയും ഞാനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ജീവൻ പോലും അപകടത്തിലാവും. പക്ഷെ ഞാൻ ഇവിടെ എൻ്റെ ഗൗരിമോള് ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഒരടി മുന്നോട്ട് വയ്ക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ ദൈവമേ.